ഇൻസ്റ്റാഗ്രാമിൽ റീൽസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ റീലാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. അറിയാതെ കണ്ണിന്ന് കണ്ണുനീര് വീണുപോയി. സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുടെ ജന്മദിനത്തിൻ്റെ ആ ദിവസം അവർ പോലും അറിയാതെ സർപ്രൈസ് ആയിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം ആ വേലക്കാരിക്ക് വേണ്ടി ആ വീട്ടുകാർ ഒരുക്കി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ടാകും ഫാമിലി നോക്കാൻ വേണ്ടി പല വീട്ടുകളിലും പോയി വേല ചെയ്ത് കിട്ടുന്ന തുച്ഛം കാശ് കൊണ്ട് അവരുടെ കുടുംബത്തെ പോറ്റി ജീവിക്കുന്നവർ. സ്വന്തം വീട്ടിലെ സന്തോഷങ്ങളിലും സ്വന്തം വീട്ടിലെ ഹാപ്പിനെസ് മൊമെൻറ്റ്സുകളിലും സ്വന്തം വീട്ടിലെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലും ഫങ്ഷൻസുകളിലും പങ്കുചേരാൻ കഴിയാതെ മറ്റൊരാളുടെ വീട്ടിൽ വേല ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് സേവകർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമല്ലോ ഹനാൻഷ, സിംഗറായ ഹനാൻഷയുടെ വീട്ടിലും ഇതുപോലെ ഒരു ഉമ്മാനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആയിച്ചുമ്മാത്ത എന്നുള്ള സ്നേഹത്തിന്റെ വിളിയിൽ അവർ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും ലാളന കൊണ്ടും പൊതിയുന്ന ഒരു പാവപ്പെട്ട ഉമ്മ. അവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ സന്തോഷത്തിന്റെ മൊമെന്റ്സുകളിലും ആ സ്ത്രീയെയും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10ഓളം വർഷം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. 10 വർഷത്തോളം പ്രവാചകന്റെ കീഴിൽ ജോലി ചെയ്ത എന്നോട് പ്രവാചകൻ ഒരിക്കൽ പോലും ഉഫിൻ ചേ എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര സുന്ദരമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ജോലിക്ക് വരുന്ന, നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റി തരാൻ വരുന്ന